ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വേ ഓഫ് വൈഷ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും ചേച്ചിയും കൂടിയാണെങ്കിൽ നമ്മുടെ ഓച്ചറ അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമായിരുന്നു. കുറച്ച് ദിവസം ആയില്ലേ തുടങ്ങിയിട്ട്, ഞങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നു. ഉത്സവം തുടങ്ങി 7ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കുമായിരുന്നു. എന്നാൽ പിന്നെ പോകാതിരിക്കുന്നത് നഷ്ടമല്ലേ. വൈകുന്നേരം പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയ നല്ല വെയിലത്തായിരുന്നു. അങ്ങനെ അകത്തൊക്കെ കയറി ഈ നൊസ്റ്റാണല്ലോ നമ്മുടെ പൊരിയും പിന്നെ ബജിയും ഒക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ബജി കഴിക്കുന്നത് ഓച്ചറ വന്നിട്ടായിരുന്നേ, കുഞ്ഞിലെ. പിന്നെ അവിടുത്തെ ഓരോ കടകളും എല്ലാം ഇങ്ങനെ ട്രെൻഡിങ് ഐറ്റംസ് ഓരോ വട്ടം ഓച്ചറയിൽ ഓരോന്നൊക്കെയാണല്ലോ വരുന്നത്. പിന്നെ ശബരിമല പോകാനുള്ള മാലയുടെ സെക്ഷൻ. പിന്നെ എൻ്റെ നൊസ്റ്റെന്ന് പറഞ്ഞ ഈ കമ്മലാണ്. ഓടിച്ചെന്ന് ഞാൻ കമ്മലിൻ്റെ വില തിരക്കിയായിരുന്നു. ഇതിനൊക്കെ എത്ര? 40 കേട്ട ഉടനെ ഞാൻ അവിടെ നിന്ന് വലിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മീഷോയിലിനൊക്കെ വില കുറച്ച് കിട്ടും. അത് തന്നെ. പിന്നെ നേരെ ഗ്ലാസ്സൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോയി. ഇതിനും ഭയങ്കര പൈസയാണ് അവർ പറയുന്നത്, 100 രൂപ. നമുക്ക് 2 മീഷോയിൽ നിന്ന് 100 രൂപ കിട്ടും. ഞാനൊരു മീഷോ ഫാനാണ്. അപ്പോൾ മീഷോ ഫാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, ഓക്കെ. അപ്പം ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഓരോ കടകളിൽ കയറി എന്തൊക്കെ സാധനങ്ങളാണ് ഇത്തവണ ഓച്ചറ വന്നതെന്നൊക്കെ കണ്ടു എടുത്തും ഒക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു. ആദ്യമൊന്നും മേടിച്ചില്ല. നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തണൽ നോക്കി നടക്കുമായിരുന്നു. ചുറ്റും കടകളെല്ലാം ഒന്ന് കാണണമല്ലോ. അതുവഴി പിന്നെയും പാസ് ചെയ്ത് അങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെട്ടത്. ഓച്ചറ ഉത്സവമായിരുന്നു. നമ്മളറിയുന്ന മഞ്ഞ ജമന്തി ഈ പേരെഴുതിയ കീച്ചെയിനും മോതിരം ഒക്കെ ആയിരുന്നല്ലേ, എല്ലാവരുടെയും കയ്യിലും കാണുമായിരിക്കും അല്ലേ. പണ്ട് ഞാൻ ഓച്ചറയിൽ ഉത്സവം ആകുമ്പോഴത്തേക്കും ഇതായിരുന്നു എൻ്റെ കയ്യിൽ പേരെഴുതി ഞാൻ ഇടുക. അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ വെറൈറ്റി പാവയെ കണ്ടു. വെയിലൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ഭംഗി ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നീങ്ങിയപ്പോഴത്തേക്കും പിന്നെ ചെടികളൊക്കെ നോക്കാമെന്ന് കരുതി. എനിക്ക് ഈ മുല്ലയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ നോക്കിയപ്പോൾ മുല്ലയെല്ലാം അവിടെ മുട്ട് വന്ന് നിൽക്കുന്നു. ഈ ഓർക്കിഡൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ. മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നുള്ളൂ. അതേപോലെ കയറി കൊടുത്തില്ല, സംഭവം പോയി. ഭയങ്കര വെയിലാണ്. ഞങ്ങൾ വന്ന സമയം ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇത് നക്ഷത്രമാണ്. പുതിയ ഓച്ചറ വന്നിട്ട് പുതിയതായിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഇത് ഓരോ നക്ഷത്രത്തിനും ഓരോ മരങ്ങളാണ്. അതെ ഫ്രണ്ട്സ്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ ഓരോ നക്ഷത്രം എഴുതിയിട്ട് അതിൻ്റെ വൃക്ഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ഞാൻ വന്നിട്ട് തന്നെ 4 വർഷമായി ഓച്ചറയിൽ. ഒരു പക്ഷേ അതായിരിക്കും ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അതായത് നമ്മുടെ നാളിൻ്റെയൊക്കെ വൃക്ഷം അറിയാൻ പറ്റി, കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇതാണിപ്പോൾ ഓച്ചറയിലെ ട്രെൻഡിങ് ഐറ്റം കേട്ടോ. എവിടെ നോക്കിയാലും ഇതായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ഏതെടുത്താലും 10, 20, 30, 40 രൂപ. പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് 100, 200. ഞങ്ങൾ 1-2 കടയിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഈ ബാഗിന് 300. ഗൈസ്, ചുമ്മാതെ ഗൈസ്, അത്രയും വിലയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. മീഷോയിൽ ഈ സെയിം ബാഗ് ഇതിനൊക്കെ വിലക്കുറവ് ഞാൻ മേടിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ കയറിയെല്ലാം തൊഴാനായിട്ട് പറ്റിയില്ല. വെളിയിൽ നിന്നൊന്ന് തൊഴുതു. പിന്നെ ഈ സ്പിന്നർ ഉള്ളിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു. അതായത് ഞാനൊക്കെ ഒരു 9th പഠിക്കുമ്പോഴായിരുന്നു. ഇവിടെ എല്ലാം നൊസ്റ്റ് സാധനം കിട്ടും. പിന്നെ അപ്പച്ചിയും മക്കളെയൊക്കെ കണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചേച്ചി, അപ്പച്ചിയുടെ ഇളയ മോളാണ്. ഇതാണ് എൻ്റെ അപ്പച്ചി. അവിടെ കുറച്ച് നേരം അവരോട് കാര്യമൊക്കെ പറഞ്ഞ് നിന്നതിന് ശേഷം അവർക്കും ബൈ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു. എങ്ങോട്ട്? നമ്മുടെ സ്വന്തം ഓച്ചറയിലെ വണ്ടർലയിലോട്ട്. അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഗൂഗിൾ പേ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബജ്ജി കഴിച്ചിട്ട് അവിടുന്ന് ജീപ്പ് ചെയ്ത് പൈസ മേടിക്കാമെന്ന് കരുതി. പിന്നെ ഒരു മുളക് ബജ്ജി പറഞ്ഞു. 1 അല്ല 2 പ്ലേറ്റ് പറഞ്ഞിരുന്നു. ഒഴുപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി കിടുക്ക സാധനമായിരിക്കുമെന്ന്. പക്ഷേ എന്തോ അതിൻ്റെ സോസ് അത്ര എനിക്ക് പിടിച്ചില്ല ഗൈസ്. മുളക് വെള്ളം കലക്കി വെച്ച പോലെ ആയിപ്പോയി. കുലുക്കി കുടിക്കാൻ തോന്നിയപ്പോഴോ കയറിയത് ഇവരുടെ കടയിൽ. സംഭവം കണ്ടപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല. പക്ഷേ മാരക ടേസ്റ്റായിരുന്നു. വെള്ളത്തിന് സൂപ്പർ സാധനമായിരുന്നു. എന്തായാലും കയറിയത് നഷ്ടമായില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. നേരം വൈകി വന്നപ്പോൾ അന്ന് അകത്തോട്ട് കയറാമെന്ന് കരുതിയപ്പോഴായിരുന്നു ഈ സാധനം കണ്ടത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെങ്ങാനും ജനിച്ചാൽ മതിയെ. പണ്ടൊക്കെ ഇതുപോലും ഇല്ലായിരുന്നു ഗൈസ്. എൻ്റെ കൊച്ചിലെയൊക്കെ ഒരുപാട് ഈ റൈഡിലൊക്കെ കയറാൻ വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും പപ്പയ്ക്കും പേടിയായ കാരണം അങ്ങനെ കയറ്റിയിട്ടുമില്ല. അപ്പം ചേച്ചിയുടെ കൂടെ വന്നാണ് ഞാൻ ഇത്രത്തോളം എൻജോയ് ചെയ്തത്. അങ്ങനെ ടിക്കറ്റ് കിട്ടി, നമ്മൾ കയറാൻ പോവുകയാണ്. ഒന്നുമില്ല, കയറി എക്സ്പീരിയൻസ് ഇറക്കിയത്. ആദ്യമായിട്ടായതുകൊണ്ടൊരു പേടി ആർക്കാണേലും കാണത്തില്ലേ. എന്തായാലും 2ഉം കൽപ്പിച്ച് കയറാമെന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു. അതിനകത്തോട് ഇരുന്ന് നല്ല അണ്ണാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി വന്ന്. കയറിക്കഴിഞ്ഞത് സർവ്വദൈവത്തിനെയും വിളിച്ച് തന്നെയായിരുന്നു. എന്തായാലും സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പേടി ഒന്നുകൂടെ കൂടി. ശുഭം.
എന്തോ കണ്ട് പേടിച്ച കണക്ക് കിടന്ന് അലറുമായിരുന്നു. ഞങ്ങൾ രണ്ടെണ്ണം പേടിച്ച് മുള്ളിയില്ലെന്നേ ഉള്ളൂ ഗായ്സ്. ഇനി ജീവിതത്തിൽ ഞാൻ ഈ സാധനത്തെ കയറത്തില്ല. ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ചാടി ഓടി ഇറങ്ങുമായിരുന്നു. തലയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയായപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആവാറായിരുന്നു ഗൈസ്. ഇനി വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറയും. ബാക്കി വീഡിയോസും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പൊരിയൊക്കെ മേടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം.